കത്തിക്കട. 3PC ജോറി ഇപ്പൊ കുറച്ച് ദിവസമായി നമ്മൾ ചാനൽ ചർച്ചയിൽ കേൾക്കുകയാണ് മേയറും ഡ്രൈവർ യദുവുമായിട്ടുള്ള ഒരു സംഭവം. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ? താങ്കൾക്ക് ഈ സംഭവം കണ്ടിട്ട് മേയർ തെറ്റാണോ ഡ്രൈവർ തെറ്റാണോ താങ്കൾ തോന്നുന്നത്? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഞാൻ മേയർ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ എനിക്ക് അവരുടെ സ്വഭാവത്തെ പറ്റി അവരുടെ പെരുമാറ്റത്തെ പറ്റി ഒത്തിരി പരാതി എനിക്കുണ്ട്. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എനിക്ക് അവരുടെ സ്വഭാവത്തെ പറ്റി അവരുടെ പെരുമാറ്റത്തെ പറ്റി ഒത്തിരി പരാതി എനിക്കുണ്ട്. അവരുടെ പോക്ക് ശരിയല്ലെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. യദു എന്ന ട്രാൻസ്പോർട്ട് ഡ്രൈവർ ആയിട്ടുള്ള ഇഷ്യൂവിൽ ആ മേയറുടെ ഭാഗത്ത് കുറെ ഏറെ ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്താണത്? അവരൊരു പൊതുപ്രവർത്തക എന്നതിൽ അവരൊരു ന്യായം ചെയ്യുന്നു. ഈ ഗുരുവിന് തിരുപ്പതിയായി അവരാ വണ്ടി കിടത്തറിഞ്ഞ് ഒരു തെറ്റും ഇതറിഞ്ഞ് ഞാനാണ് അവരുടെ സ്ഥാനത്തെങ്കിൽ അവന് വലിച്ചു ചെവിക്കുറ്റിക്ക് അരിവിച്ചു കൊടുത്തേനെ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. വേറെ കാര്യം മനസ്സിലാക്കണം, ഈ ആളുകൾക്ക് മേയറെ തീർച്ചയൊരു സുഖമാണ് രാഷ്ട്രീയം. ഞാൻ രാഷ്ട്രീയം വെച്ചല്ല വന്നേ. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വേറെ മനുഷ്യത്വം. രാഷ്ട്രീയം വെച്ചാണ് ഞാനും മേയറെ പേര് പറയണം. പക്ഷെ എന്നെ കിട്ട് ഒത്തിരി ഓടി നടക്കുന്ന ഒരു പൊതുപ്രവർത്തനാണ്. പെണ്ണായതുകൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചന്നനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാൻ തന്നെ ചെയ്യുള്ളൂ. എന്താ കാരണം? മനുഷ്യത്വം. അവൻ 1 മണിക്കൂർ നേരമായിട്ട് ടെലിഫോണിൽ നിൽക്കുക എന്ന് പറഞ്ഞ അവൻ എന്താ അവനെ സർവീസ് വെച്ചോണ്ട് അവൻ ഡിസ്മിസ് ചെയ്യുന്നത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതങ്ങനെ നിന്റെ തലയിലാവണം. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഈ ആളുകൾ കുറ്റം അവർക്ക് മേയറായിപ്പോയി അവരുടെ കുഴപ്പം കൊണ്ട് അവരുടെ കഴിച്ചുണ്ടായതല്ലേ അതിനെന്താ കുസ്മൂത്തുന്നേ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ ആ സ്വഭാവമൊക്കെ വെച്ച് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു നോക്കി. നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറയും. പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. സ്റ്റെപ്പേ കയറിയുന്ന ബസ്സിനകത്ത് പോലും MLA കയറിയിട്ടില്ലെന്നാണ് വളരെ ആധികാരികമായി ഒരാൾ എന്നോട് പറഞ്ഞു. അപ്പൊ ആരാ മെമ്മറി കാർഡ് കൊണ്ടായി? ആ ഡ്രൈവർ അറിഞ്ഞുകൊണ്ട് കണ്ടക്ടറുണ്ട് അഡ്ജസ്റ്റ്മെന്റ് മെമ്മറി കാർഡ് കൊണ്ടായെങ്കിൽ ഞാൻ അത്രക്കാരൻ നിന്റെ അച്ഛനെങ്ങാനും ഞാൻ ഇതിനെ പറ്റി അന്വേഷിച്ചു. മഹാകൊഴ അവന് നടപടി സ്വീകരിക്കണം തന്നെ എന്റെ ഡിസ്മിസ് ചെയ്യണം. ഇപ്പോ ഏറെക്കുറെ നമ്മൾ ഹാപ്പിയായി. ഹാപ്പി